നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള വാക്കാണ് അഫിർമേഷൻ. പക്ഷെ എന്താണ് ശരിക്കും അഫിർമേഷൻ? എങ്ങനെ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി അഫിർമേഷൻസ് ക്രിയേറ്റ് ചെയ്യാം? എങ്ങനെ അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം? ഈ 3-4 കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പം ആദ്യം തന്നെ അഫം എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചു വെക്കുക അല്ലെങ്കിൽ സ്ഥിരപ്പെടുത്തുക എന്നാണ് അർത്ഥം. അപ്പം അഫിർമേഷൻ ചെയ്യുന്നത് കൊണ്ട് എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്? നല്ല കുറച്ച് പോസിറ്റീവ് വാക്കുകളുടെ സഹായത്തോടു കൂടി നല്ല ഇമോഷൻസിനെ നമ്മുടെ ഉള്ളിൽ സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അഫിർമേഷൻസ് യൂസ് ചെയ്യുന്നത്. ഇനി എങ്ങനെ നമുക്ക് നല്ല അഫിർമേഷൻസ് ഉണ്ടാക്കാം? അഫിർമേഷൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് വലുതല്ലാത്ത ചെറിയ വാക്യങ്ങളായിരിക്കും ഏറ്റവും നല്ലത്. പോസിറ്റീവായിട്ടുള്ള വേർഡ്സ് കൂട്ടിച്ചേർത്ത ചെറിയ വാക്യങ്ങൾ. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഐ എം എ ബ്ലെസ്ഡ് സോൾ, ഐ എം ഹെൽത്തി ആൻഡ് വെൽത്തി, താങ്ക് യു യൂണിവേഴ്സ് ഫോർ ഓൾ ദ ബ്ലെസ്സിങ്സ്. ഇതുപോലുള്ള നല്ല പവർഫുൾ ആയിട്ടുള്ള ചെറിയ സെൻറ്റൻസുകളായിരിക്കും അഫിർമേഷൻ ചെയ്യാൻ എപ്പോഴും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഈ വാക്കുകൾക്ക് എന്തെങ്കിലും ശക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ വാക്കുകൾക്ക് ഒരു ശക്തിയുമില്ല. പക്ഷെ നമ്മളുടെ ഇമോഷൻസിനെ ഈ വാക്കുകളിലേക്ക് കണക്ട് ചെയ്യുമ്പോഴാണ് അത് പവർഫുൾ ആകുന്നത്. ഇനി എങ്ങനെ നമുക്ക് നമ്മളുടെ ഇമോഷൻസിനെ ഈ വാക്കിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും? അതിന് അഫിർമേഷൻസ് എപ്പോഴും ഉപയോഗിക്കുമ്പോൾ അത് നമ്മൾ ശാന്തമായിരിക്കുന്ന സമയത്ത്, പീസ്ഫുൾ ആയിട്ടിരിക്കുന്ന സമയത്ത് വേണം അഫിർമേഷൻസ് ഉപയോഗിക്കാൻ. അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിലേക്ക് കൂടുതൽ ഇമോഷൻസ് കണക്റ്റ് ആകുന്നതും അഫിർമേഷൻസ് കൂടുതൽ പവർഫുൾ ആകുന്നതും. കിടക്കാൻ പോകുന്നതിന് മുൻപ് അതൊരു നല്ല സമയമാണ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആയിരിക്കും. അഫിർമേഷൻസ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഉറങ്ങാം. അതുപോലെ രാവിലെ എഴുന്നേറ്റതിന് ശേഷം ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമല്ലോ, ഇന്ന് എന്തായിരിക്കും ചെയ്യുന്ന, അങ്ങനെ ചിന്തിക്കുന്ന സമയത്തും നമുക്ക് അഫിർമേഷൻസ് യൂസ് ചെയ്യാം. എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ, വണ്ടിയിൽ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനായിട്ടിരിക്കുമ്പോൾ, അങ്ങനെ എപ്പോഴൊക്കെ നമ്മൾ ശാന്തമായിട്ടിരിക്കുന്നോ അപ്പോഴൊക്കെ നമുക്ക് അഫിർമേഷൻസ് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ യൂസ് ചെയ്യുമ്പോഴായിരിക്കും അത് കൂടുതൽ പവർഫുൾ ആവുന്നത്. ചില ആളുകളൊക്കെ പറയാറുണ്ട് നമുക്ക് എന്ത് ചെയ്യുമ്പോഴും നമുക്കിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ അതൊരു നല്ല മെത്തേഡല്ല. കാരണം ഇപ്പം ഞാനൊരു ടീച്ചറാണ്, ഞാനൊരു ക്ലാസ്സിലേക്ക് ചെല്ലുമ്പം കുട്ടികൾ ഭയങ്കര ബഹളമാണെങ്കിൽ ഞാൻ പറയുന്ന ഒന്നും കേൾക്കാൻ പറ്റില്ല. പക്ഷെ അവരെ സൈലന്റ് ആക്കി ഇരുത്തി കഴിഞ്ഞാൽ ഞാൻ പറയുന്നതൊക്കെ അവർക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനും നമ്മുടെ മനസ്സും ഒക്കെ എക്സോസ്റ്റഡ് ആയിരിക്കും, ബിസി ആയിരിക്കും. അപ്പം നമ്മൾ പറയുന്ന ഒരു കാര്യങ്ങളും മനസ്സിലേക്ക് രജിസ്റ്റർ ആവില്ല. പക്ഷെ നമ്മൾ കാമായിട്ട് ക്വയറ്റായിട്ടിരിക്കുന്ന ടൈം ആണെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നേരെ തന്നെ അത് സബ് കോൺഷ്യസിലേക്ക് പോകും. അപ്പോൾ എന്താണ് അഫിർമേഷൻ എന്ന് പറഞ്ഞു, അഫിർമേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, അത് എങ്ങനെ വേണം പ്രാക്ടീസ് ചെയ്യാനെന്ന് പറഞ്ഞു. ഇനി എത്ര തവണ പ്രാക്ടീസ് ചെയ്യണം അതൊക്കെ നമ്മളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. 108 തവണ പറയുന്നവരുണ്ടാകും, 1008 തവണ പറയുന്നവരുണ്ടായിരിക്കും. അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമ്മളുടെ ചോയ്സാണ്. ഇപ്പം പ്രാർത്ഥനയിൽ വിശ്വാസമുള്ളവരാണെങ്കിൽ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം കണ്ണടച്ചിരുന്നതിന് ശേഷം നമുക്ക് ഈ അഫിർമേഷൻസ് ഒരു 108 തവണയൊക്കെ ഇങ്ങനെ പറയാം. അപ്പം നമ്മൾ ആദ്യമായിട്ട് അഫിർമേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു റെസ്ട്രിക്ഷൻസ് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകും. ഇപ്പം ഞാൻ പറയുകയാണ് ഞാൻ ബ്ലെസ്ഡ് ആണെന്ന് പറഞ്ഞാലും എനിക്കറിയാം ഞാൻ അത്ര ബ്ലെസ്ഡ് അല്ല, കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബാക്ക്ലോഗായിട്ട് കിടപ്പുണ്ട്. അപ്പം ഇതൊക്കെ എൻ്റെ മനസ്സിൽ നിന്നൊരു തോന്നൽ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ വീണ്ടും വീണ്ടും ഈ അഫിർമേഷൻസ് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഈ റെസ്ട്രിക്ഷൻസ് കുറയുന്നതും നമ്മുടെ മനസ്സും നമ്മളുടെ ശരീരവും അഫിർമേഷനെ സ്വീകരിക്കാൻ തുടങ്ങുന്നതും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതുപോലെ അഫിർമേഷൻസ് എന്നല്ല എന്തൊരു കാര്യം ചെയ്യുമ്പോഴും റിസൾട്ട് ഓറിയന്റഡ് ആകാതിരിക്കുക. ഇപ്പോൾ കുറച്ച് ദിവസം 2 അല്ലെങ്കിൽ 3 ദിവസം അഫിർമേഷൻ ചെയ്തതിന് ശേഷം റിസൾട്ട് ഒന്നും വന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഡൗൺ ആകും. ഈ ഡൗൺ ആകുമ്പോൾ അല്ലെങ്കിൽ നിരാശ വരുമ്പോൾ നമ്മൾ പുറത്തോട്ട് കൊടുക്കുന്ന സിഗ്നൽ ഒരു നെഗറ്റീവ് സിഗ്നലാണ്. അപ്പം അത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് ഇരട്ടിയായിട്ടുള്ള നെഗറ്റീവ് കാര്യങ്ങളെ നമ്മുടെ ലൈഫിലേക്ക് വീണ്ടും കൊണ്ടുവരും. അതുകൊണ്ട് റിസൾട്ട് ഓറിയന്റഡ് ആകാതെ വേണം നമ്മൾ ഇത് അഫിർമേഷൻ എന്നല്ല ഏതൊരു കാര്യവും ചെയ്യാനായിട്ട്. ഇപ്പം അഫിർമേഷൻ ചിലപ്പം പെട്ടെന്ന് തന്നെ ലൈഫിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നവരുണ്ടായിരിക്കും, ചിലപ്പം മാസങ്ങളും വർഷങ്ങളും എടുക്കുന്നവരുണ്ടായിരിക്കും. എത്ര വേഗം അഫിർമേഷൻ നമ്മളുടെ സബ് കോൺഷ്യസുമായിട്ട് പൊരുത്തപ്പെടുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ ഫലങ്ങളും.
നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒന്നാണ് അഫിർമേഷൻ. അപ്പം എല്ലാവരും നല്ല അഫിർമേഷൻസ്, നമുക്ക് വേണ്ടിയിട്ടുള്ള നല്ല അഫിർമേഷൻസ് ഉണ്ടാക്കി എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള സെൽഫ് ഹെൽപ്പ് വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടോ എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. ബൈ.